അവശ്യ സാധനങ്ങൾ സംസ്ഥാനത്തെ LDF സർക്കാരിന്റെ അനാസ്ഥ മൂലം റേഷൻ കടകളിൽ കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ തങ്കയം റേഷൻ കടക്ക് മുന്നിൽ നടത്തിയ ധർണ UDF കാസർഗോഡ് ജില്ലാ ഏകോപന സമിതി അംഗം K. ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ റേഷൻ വിതരണം സാധാരണ നിലയിലാക്കണമെന്നാവശ്യപ്പെട്ടും അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളില്ലാതെ സാധാരണക്കാരെ വലക്കുന്നതിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് അരിയും ധാന്യങ്ങളും എത്തിച്ചിരുന്ന കരാറുകാരുടെ സമരം മൂലം ആഴ്ചകളായി റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങൾ ലഭിച്ചിരുന്നില്ല. അരിക്കുൾപ്പെടെ പൊതുവിപണിയിൽ തീവിലയുള്ളപ്പോൾ റേഷൻ കടകൾ കാലിയായിട്ടും LDF സർക്കാർ കർശന നടപടി കൈക്കൊള്ളാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്കയം റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് UDF കാസർഗോഡ് ജില്ലാ ഏകോപന സമിതി അംഗം K. ശ്രീധരൻ മാസ്റ്റർ ആരോപിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ സംസ്ഥാനത്ത് അങ്ങോളമുള്ള മുഴുവൻ റേഷൻ കടകളും അടച്ചുവെന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത രീതിയിൽ സാധാരണക്കാരന് ഏറ്റവും ആശ്രയമായ ഈ റേഷൻ ഷാപ്പുകൾക്ക് മുന്നിൽ തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M. രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C. രവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM. ആനന്ദവല്ലി, K. പത്മനാഭൻ, E. രാജേന്ദ്രൻ, സുനിത രവീന്ദ്രൻ, വൈശാഖ് കൂവാരത്ത് എന്നിവർ സംസാരിച്ചു. ചൊവ്വേരിമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് KP ജയദേവൻ, ഷാജി തൈക്കിൽ, പ്രസാദ് ഒളവറ, KNC ഇബ്രാഹിം, K. അശോകൻ, UK ഹരീശൻ, പ്രമീഷ് തൈക്കിൽ, TV സുനിൽകുമാർ, P. സുരേന്ദ്രൻ, അജിത് തെക്കിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.